Assalamu alaikum. Hi all. Welcome back to my channel Mymoonz kitchen. അങ്ങനെ നോമ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ പഴയ സ്ഥിതി തന്നെ രാവിലത്തത് ഉച്ചക്കത്തത് വൈകുന്നേരത്തത് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയല്ലേ. അപ്പോൾ ഇതിപ്പം 2 ദിവസമായിട്ടുള്ളൊരു ലഞ്ച് വ്ളോഗാണ് കാണിക്കുന്നത്. പെരുന്നാളിൻ്റെ അന്ന് ഇളാമ വരുമ്പോൾ കൊണ്ടുവന്നതാണ് പഴഞ്ചക്ക. അപ്പോൾ പഴഞ്ചക്ക എനിക്കൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒന്നാണ്. ഉമ്മാക്കൊക്കെ പഴഞ്ചക്കയും പ്രശ്നമില്ല, ഭയങ്കര കാര്യം. എനിക്കൊക്കെ പ്രശ്നമാണ് പഴഞ്ചക്ക. വരിക്കച്ചക്കയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ പെരുന്നാളിൻ്റെ പിറ്റേന്നത്തെ കാഴ്ചയാണ് ഇതൊക്കെ. എന്താ പറയുക, ആദ്യമായിട്ട് ചോറ് കാണുന്ന ആളെ പോലെയാണ് ചോറ് തിന്നാനിരുന്നത്. 2 ദിവസമായിട്ട് ഇങ്ങനെ വറ്റിച്ച് വെച്ച നല്ല മുളകിട്ടതുണ്ടായിരുന്നു. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചതാണ്. അപ്പം വറ്റി വന്നപ്പം തന്നെ എന്തായാലും അതിലിട്ട് ചോറ് വരക്കി തിന്നുകയെന്നാണ്. അപ്പം പിന്നെ അതിനെന്തായാലും ഒരു ഓംലറ്റും ചമ്മന്തിയും ഉണ്ടെങ്കിൽ ചട്ടിച്ചോറ് കിടിലനാവും. പിന്നെ ഒരു കറി എന്ന് പറയാൻ മാന്ത കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ. അപ്പം മാന്തയും മുളകിട്ടു. പിന്നെ അതുപോലെ തന്നെ മോരുകറിയും ഉണ്ടാക്കി. പ്ലെയിനായിട്ടുള്ള മോരുകറിയാണ്. നമ്മളിവിടെ തേങ്ങ അരച്ചിട്ടൊക്കെയാണ് മോരുകറി ഉണ്ടാക്കുക. വേറെ വെജിറ്റബിൾസോ കാര്യങ്ങളൊന്നും ചേർക്കാണ്ട്. പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും വറവുണ്ടാക്കി. അതും ഈ മുളകിട്ടതിൻ്റെ കൂടെ മിക്സാക്കി ചോറ് തിന്നാന്നുള്ളത് ഈ വറവിന് അടിപൊളിയായിരിക്കും. അപ്പോൾ പെരുന്നാളിൻ്റെ പിറ്റേന്ന് ഇതാണ് ലഞ്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ ഡിന്നറിൻ്റെത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം സെപ്പറേറ്റ് ആയിട്ട്. ആ വീഡിയോ നിങ്ങളെല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം പിറ്റേ ദിവസത്തെ ലഞ്ചാണ് കാണിക്കുന്നത്. ലഞ്ചിന് ഞാൻ എന്തായാലും കുറച്ച് ചെമ്മീനുണ്ട്. അപ്പോൾ ആ ചെമ്മീൻ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചെമ്മീൻ റോസ്റ്റും പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ വളപ്പിൽ തന്നെ ഉള്ള തുവരയുണ്ട്. തുവരയും ഞാൻ കാണിച്ചില്ല, ചക്ക. ആ ചക്കൻ്റെ കുരു ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള തുവരയും ചക്കക്കുരു ഇട്ടിട്ടുള്ള തോരനുണ്ട്. പിന്നെ നല്ല മീൻ ചാറുണ്ട്. ഈ മാന്ത തന്നെയാണ് കുറേ ദിവസമായിട്ട് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മാന്ത തേങ്ങ അരച്ചിട്ട് ചാറ് വെച്ചു. അപ്പം ഇതൊക്കെയാണ് പിറ്റേ ദിവസത്തെ ലഞ്ച്. അപ്പം നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതൊന്ന് നോക്കാം. ഞാനിപ്പം കുറച്ച് ചെമ്മീൻ, ഒരു 400 ഗ്രാമോളം ചെമ്മീൻ ഉണ്ടാവും. അത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നാരങ്ങ നീരോ വിനീഗറോ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയെടുക്കാം. അപ്പം ഞാനിപ്പം വിനീഗറാണ് ചേർത്തത്. 1 ടീസ്പൂൺ വിനീഗർ ചേർത്തിട്ടൊന്ന് നന്നായി മിക്സ് ആക്കിയെടുക്കാം. അപ്പം ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പം ഈ ചെമ്മീനിൽ ആ ഒരു മസാലയൊക്കെ പിടിച്ച് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ഒരുപാടങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല. കുറച്ച് എണ്ണയിലിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ അതിലൊരു മസാല ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഇട്ട് നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും പൊരിച്ചെടുക്കുമ്പോൾ. ഇനി എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കിയിട്ട് അവിടെ സൈഡിൽ മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഇനി വേണ്ടുന്നത്, ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്, നിർമ്മയായിട്ട് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഉണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് എത്രയാണോ വേണ്ടത് അതെടുക്കാം. ഞാനിപ്പോൾ ഒരു 4 എണ്ണം ചെരിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. ഒരു 4-5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും. ഇനി അതെല്ലാം പേസ്റ്റ് ആയാലും കുഴപ്പമില്ല, ഇതായിരിക്കും കൂടുതലും നല്ലത്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ഈ ചെമ്മീൻ്റെ കൂടെ കടിക്കാൻ കിട്ടുമ്പം അടിപൊളിയായിരിക്കും. അപ്പോൾ അതും പൊരിച്ചെടുക്കണം. അപ്പം ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമുക്ക് ചെമ്മീനും അതുപോലെ തേങ്ങാക്കൊത്തും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. സാധാ സൺഫ്ലവർ ഓയിലാണ് ഞാനെടുത്തത്. നമുക്കതല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. വെളിച്ചെണ്ണയാകുമ്പോൾ കൂടുതലും നാടൻ ടേസ്റ്റ് കിട്ടും. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓയിൽ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാനങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചെമ്മീനും കൂടെ ഇട്ട് നന്നായി ഒന്നങ്ങ് പിന്നെ ഈ ചെമ്മീൻ പൊരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ 100% ഇതിൽ വെച്ചിട്ട് തന്നെ അങ്ങ് കുക്കായി വരണമെന്നില്ല, ഫുള്ളായിട്ട് വെന്ത് വരണമെന്നില്ല. ജസ്റ്റ് ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുന്ന കണക്കിന് 1-2 മിനിറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കി കുക്കാവുന്നത് നമ്മൾ ബാക്കി മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഇതിലങ്ങ് വെന്ത് വന്നോളും, 100% വെന്ത് വന്നോളും. ഇപ്പം ഞാനിത് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റുകയാണ്. എന്നിട്ട് ഇതേ ഓയിലിൽ തന്നെ തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇടുമ്പം ആ ഒരു ചെമ്മീനും പിന്നെ ഈ തേങ്ങാക്കൊത്തും കൂടെ ഇതിൻ്റെ കൂടെ കടിക്കാൻ കിട്ടുമ്പം അടിപൊളിയായിരിക്കും, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഞാനിപ്പം തേങ്ങാക്കൊത്തും കൂടെ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതേ ഓയിലിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അതായിരിക്കും കൂടുതലും ടേസ്റ്റ് ഉണ്ടാവാൻ. ആ ചെമ്മീൻ പൊരിച്ചിട്ട് ആ ഒരു സത്തും കാര്യങ്ങളൊക്കെ അതിലുണ്ടല്ലോ.
അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളകും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ പച്ചമുളക് ഞാനിപ്പോൾ ഒരു 4 എണ്ണമാണ് വട്ടത്തിൽ അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുത്തത്. പച്ചമുളകിൻ്റെ കൂടെ എരിവിന് വേണ്ടിയിട്ട് കുരുമുളകും മുളക് പൊടിയും ചേർത്ത് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് പച്ചമുളകിൻ്റെ അളവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാൻ കുറച്ചധികം സ്പൈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പച്ചമുളക് ചേർത്തത്. ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായി അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളി ചെറുതായിട്ട് നുറുക്കി അരിഞ്ഞിട്ടാണ് അങ്ങ് ഇട്ട് കൊടുത്തത്. അതല്ലെങ്കിൽ സ്ലൈസ് ചെയ്തിട്ടോ ഗ്രേറ്റ് ചെയ്തിട്ടോ ഒക്കെ ഇട്ട് കൊടുക്കാം, പെട്ടെന്ന് വഴന്ന് കിട്ടും. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് സവാള നന്നായി ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരും. ഇപ്പോൾ എണ്ണയിലൊക്കെ ആ സവാള നന്നായിട്ട് അങ്ങ് പിടിച്ചിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം 2 തക്കാളിയാണ് എടുത്തത്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള 2 തക്കാളി എല്ലാം കൂടെ ഇട്ട് നന്നായി ഒന്നങ്ങ് മിക്സ് ആക്കിയെടുക്കാം. ഇനിയിപ്പം സവാളയും തക്കാളിയും നന്നായിട്ട് കുഴഞ്ഞു കിട്ടണം. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടാനായിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് ഞാനിങ്ങനെ ലോ ഫ്ലെയിമിൽ ഒന്ന് അങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. ഇനിയിപ്പോൾ മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായി കുഴഞ്ഞ പോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം പൊടികൾ ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇങ്ങനെയാണ് ചേർത്ത് കൊടുത്തത്. അപ്പം എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും കുരുമുളക് പൊടിയും കുറവ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവും പച്ചമുളകിൻ്റെ അളവൊക്കെ അങ്ങ് കുറച്ച് വെക്കണം. ഇനിയിപ്പോൾ എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കണം. അങ്ങനെ ഇപ്പോൾ പൊടികളൊക്കെ ഞാൻ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് എല്ലാ മസാലപ്പൊടികളും പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് പിടിച്ച് വരാനായിട്ട് ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്നങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പം ഞാനിപ്പോൾ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്നങ്ങ് തിളച്ച് വരട്ടെ. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ നന്നായിട്ട് കിട്ടാൻ. പിന്നെ ഉപ്പ് പോരാൻ തോന്നിയതുകൊണ്ട് കുറച്ച് ഉപ്പ് ഞാനപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റ് ഞാനങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പം പൊരിച്ചിട്ടുള്ള ആ ചെമ്മീനും തേങ്ങാക്കൊത്തും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഇട്ട് നന്നായി അങ്ങ് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ എല്ലാം മിക്സ് ആക്കിയിട്ട് ഞാനിപ്പം കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞിട്ടങ്ങ് വിതറി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ആ ഒരു മസാലയിലൊക്കെ പിടിക്കും. എല്ലാം കൂടെ ഒന്ന് നന്നായി പിടിക്കാനായിട്ടാണ് ഞാനിപ്പോൾ അടച്ച് വെച്ചത്. കുറഞ്ഞത് ഏറ്റവും ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് മൂടി തുറന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി വറ്റിച്ചെടുക്കാം. അപ്പം ഇനി വറ്റിക്കണം എന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലൊരു ഫ്ലേവറും നല്ല മണമൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. നല്ല സ്പൈസിയും ആണ്. ഇനിയിപ്പം ഫൈനലി ചേർത്ത് കൊടുക്കാനുള്ളത് ഞാനിപ്പം കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി കറിവേപ്പിലയും മല്ലിയിലയും അരിഞ്ഞതും കൂടെ അങ്ങ് വിതറി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ചോറിനാണ് ഉണ്ടാക്കിയത്. ചോറിൻ്റെ കൂടെ കൂട്ടാൻ നല്ല സ്പൈസി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ചപ്പാത്തീൻ്റെ കൂടെയോ അല്ലെങ്കിൽ അരിദോശൻ്റെ കൂടെയോ ഒക്കെ ഉഴുന്നൊന്നും ചേർക്കാത്ത അരിൻ്റെ ദോശ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ അത്യാവശ്യം നെയ്യോട് കൂടി ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് കുറച്ച് നെയ്യൊക്കെ ഉണ്ട്. അതൊന്ന് വാർത്തിയെടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല പൊന്നി അരിൻ്റെ ചോറ്, ചെറിയ അരിയാണ് ഇത്, നമ്മളിവിടെ അങ്ങനെയാണ്, ചെറിയ മണി അരിയാണ് വെക്കുക. അതിൻ്റെ കൂടെ നല്ല സ്പൈസി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റും പിന്നെ ഇതാ ചക്കക്കുരുവും തുവരയിലയും തോരൻ വെച്ചതും. ചക്കക്കുരു ആദ്യം വേറെ തന്നെ ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചിട്ട് തോരൻ ഉണ്ടാക്കുമ്പോൾ അതങ്ങ് മിക്സാക്കി എടുത്തതാണ്. പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള തേങ്ങാച്ചാറും ഒക്കെ ആയിട്ട് ലഞ്ച് റെഡിയായി.
അങ്ങനെ പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരമായപ്പം എന്തോ ഒരു വിശപ്പ്. ഈ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പം തിന്ന് പോകുന്നതും അറിയൂല, പക്ഷെ പെട്ടെന്ന് തന്നെ വിശക്കുകയും ചെയ്യും. അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പം അച്ചാറിൻ്റെ ചട്ടിയിൽ ഉമ്മ കുറച്ച് ചോറൊക്കെ ഇട്ട് പരക്കിയിട്ട് എല്ലാവർക്കും വാരി തന്നതാണ്. വാരി തരുമ്പം പിന്നെ അടിപൊളിയായിട്ട് അങ്ങ് തിന്നു പോകും. ഏറ്റവും ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ പോലും ഉമ്മ വാരി തന്നു കഴിഞ്ഞാൽ തിന്നും. അതാണ് ഉമ്മ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റും ലഞ്ച് വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. വീഡിയോസ് എല്ലാ പോലെയും കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇനി പുതിയ പുതിയ റെസിപ്പീസും ടിപ്സും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ കീപ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു. ടാറ്റ ബൈ ബൈ.